ക്ഷീരോത്പാദന രംഗത്ത് കുതിപ്പിനൊരുങ്ങി കാസർകോട്ടെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്. ക്ഷീരകർഷകർക്ക് പാൽ ഉൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാലാഴി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ദേശീയ തലത്തിൽ മികച്ച ആസ്പിരേഷണൽ ബ്ലോക്കിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം നേടിയ പരപ്പ ബ്ലോക്ക് ക്ഷീരമേഖലയുടെ സമഗ്ര വികസനത്തിനായി പാലാഴി പദ്ധതിയുമായി മുന്നോട്ട് വരികയാണ്. ക്ഷീരമേഖലയിലെ പ്രതിസന്ധികളെ മറികടന്ന് പാൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പശുക്കളുടെ ആരോഗ്യ സർവേ നടത്തി സമഗ്രമായ വിലയിരുത്തൽ, ഉയർന്ന ജനിതക മൂല്യമുള്ള ബീജമാത്രകൾ പശുക്കളുടെ കൃത്രിമ ബീജധാരണത്തിനായി ലഭ്യമാക്കൽ, തീറ്റപ്പുല്ലിന്റെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാർക്കും കർഷകർക്കുമുള്ള പരിശീലനം തുടങ്ങി. പാലാഴിയിലൂടെ ക്ഷീരോത്പാദന മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. ഇതിലെ ഒരു പദ്ധതി പറഞ്ഞാൽ നമുക്ക് എല്ലാ പദ്ധതിയും പോലെ അല്ല ഈ പദ്ധതി നടക്കുന്നത്. ഇത് നമുക്ക് ഒരു ടെക്നിക്കൽ സപ്പോർട്ട്, ഇതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടി നോക്കി ഒരു വ്യക്തമാരുടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് കൂടിയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി, ജനപ്രതിനിധികൾ, കർഷകർ, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കർഷകരുടെ സാമൂഹ്യ സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കും. വിവിധ മേഖലകൾക്ക് അനുയോജ്യമായ കന്നുകാലികളുടെ ധാതുലവണ മിശ്രിതം വികസിപ്പിച്ച കർഷകർക്ക് ലഭ്യമാക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലാഴി പദ്ധതി നടപ്പിലാക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, പ്രാദേശിക ക്ഷീരസഹകരണ സംഘങ്ങൾ തുടങ്ങിയവയ്ക്കൊപ്പം വെറ്ററിനറി സർവകലാശാലയും വിവിധ വകുപ്പുകളും പദ്ധതിയുമായി സഹകരിക്കും. കൈരളി ന്യൂസ്, കാസർഗോഡ്.